നമസ്കാരം. കാരം വിനീത് ശ്രീനിവാസനാണ് സംവിധായകൻ. നോബൽ തോമസ് ആണ് സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ സിനിമയിലെ നായകനും. വിനീതിന്റെ സ്ഥിരം പാറ്റേണിൽ നിന്നും സ്ഥിരം ഒരു ട്രാക്കിൽ നിന്നും ഒക്കെ മാറിയിട്ടുള്ള സിനിമയാണ് കരം. കരത്തിലേക്ക് വരുന്ന സമയത്ത് കരം പൂർണ്ണമായിട്ടും വിദേശ ലൊക്കേഷനുകളിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ആക്ഷൻ ത്രില്ലർ പരിപാടിയാണ്. സിനിമയുടെ ട്രെയിലറൊക്കെ ഒരു ആവറേജ് അനുഭവമായിരുന്നു. സിനിമയിലേക്ക് വരുമ്പോഴും സിനിമ ഒരു ശരാശരി അനുഭവമാണ് നൽകിയത്. പൊതുവെ വിനീതിന്റെ സിനിമകളിൽ അദ്ദേഹത്തിന്റെ സ്ട്രോങ് ഏരിയയൊക്കെ അദ്ദേഹം നന്നായി വർക്ക് ചെയ്തെടുക്കാറുണ്ട്. അത് പ്രേക്ഷകന് തിയേറ്ററിൽ കണക്ട് ആവാറുമുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷമൊക്കെ നോക്കിയാൽ അതിന്റെ സെക്കൻഡ് ഹാഫിൽ നിവിൻ പോളിയെ വെച്ചിട്ടുള്ള പരിപാടിയാണ് ആ സിനിമയുടെ ഒരു ഹൈ മൊമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരു പരിപാടി വിനീതിന് പൊതുവെ തന്റെ സിനിമകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ കരത്തിലേക്ക് വരുന്ന സമയത്ത് എവിടെയും വിനീതിന്റെ അങ്ങനെയുള്ള പരിപാടികളൊന്നും വർക്കായിട്ടില്ല. ഒരു ത്രില്ലർ എന്നുള്ള നിലയ്ക്ക് എവിടെയും നീതി പുലർത്തുന്നില്ല. വളരെ വീക്കായ സ്ക്രിപ്റ്റിങ്ങും ആ സ്ക്രിപ്റ്റിലേക്ക് വളരെ മോശം കാസ്റ്റിംഗുമാണ് വിനീത് ചെയ്തിട്ടുള്ളത്. സിനിമയുടെ വലിയ പരാജയ കാരണം അത് തന്നെയാണ്. ഇത്രയും വീക്കായിട്ടുള്ള സ്ക്രിപ്റ്റ് വിദേശ ലൊക്കേഷനിലൊക്കെ പോയി വലിയ ബഡ്ജറ്റിൽ ഷൂട്ട് ചെയ്യാൻ എന്താണ് വിനീതിനെ പ്രേരിപ്പിച്ചതെന്ന് അറിയില്ല. ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇതിലെ നായകന്റെ പേര് ദേവ് എന്നാണ്. ദേവ് ഒരു മിലിറ്ററി ഓഫീസറാണ്. അതിന്റെ ഒരു ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് സിനിമയുടെ ആദ്യ സീനുകളിൽ കാണുന്നത്. അത് തന്നെ ഒട്ടും കൺവിൻസിങ് ആവാതെയാണ് വരുന്നത്. അതൊരു അവിഞ്ഞ സീനായിട്ടാണ് വരുന്നത്. നമുക്കൊരു സിനിമയുടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹൈ മൊമെന്റ് ഒക്കെ വരുന്നൊരു സീനാണത്. പക്ഷെ അങ്ങനെ ഒരു ഫീലും അവിടെ ഇല്ല. അവിടുന്ന് അങ്ങോട്ട് പിന്നെ സിനിമ യൂഷ്വലി ഉള്ള കുറേ മെലോഡ്രാമയും പരിപാടിയൊക്കെയാണ്. നമ്മുടെ പഴയ സുരേഷ് ഗോപിയുടെ രുദ്രാക്ഷം പാറ്റേണിലൊക്കെ അതാണ് അതിൻ്റെ ഒരു കോർ പരിപാടി. ഒരു പെൺകുട്ടിയെ രക്ഷിച്ചുകൊണ്ട് വരുന്ന പരിപാടിയൊക്കെയാണ് സിനിമയിൽ. അതിലേക്കാണ് സിനിമ പോകുന്നത്. പക്ഷേ സിനിമയിൽ ഒരു ത്രില്ലർ ആകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസോ അല്ലെങ്കിൽ കുറച്ച് ഹൈ മൊമെന്റ്സോ പരിപാടികളൊക്കെ വേണം. ഇതിൽ ആക്ഷൻ പരിപാടിയൊക്കെ ഉണ്ട്. അദ്ദേഹം ഒരു മിലിറ്ററി ഓഫീസറാണ് നായകൻ. പക്ഷേ ആ ആക്ഷൻ പരിപാടി ഒന്നും എവിടെയും നോബലിനെ കൊണ്ട് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റിയിട്ടില്ല. നോബലിന്റെ കാസ്റ്റിംഗ് ആണ് ഇതിലെ വലിയ പോരായ്മ എന്ന് പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തെ ഒരു സ്ക്രീനിലേക്ക് കാണുന്ന സമയത്ത് അത്ര ഹെവി ആയിട്ടുള്ള റോള് ക്യാരി ചെയ്യാൻ പറ്റിയ ഒരു ആക്ടറായിട്ട് നമുക്കത് ഫീൽ ചെയ്തിട്ടില്ല. പൊതുവെ അദ്ദേഹം ചെയ്ത സിനിമകളിലൊക്കെ മറ്റ് സിനിമകളിലൊക്കെ അദ്ദേഹത്തിന് അങ്ങനെ ഒറ്റയ്ക്ക് സിനിമ ക്യാരി ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ഇത് ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടേക്ക് വരുന്ന സമയത്താണെങ്കിൽ ഇവിടെ ഈ സിനിമ ഒന്നാകെ ഇതൊരു നായകന്റെ ഒരു ഇതിലാണ് പോകുന്നത്. പക്ഷെ പുള്ളിക്ക് അത് അങ്ങനെ ക്യാരി ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് വലിയൊരു ലിമിറ്റേഷനാണ് സിനിമയുടെ. അതേപോലെ തന്നെ പാളിപ്പോയ കുറേ പരിപാടികളുണ്ട്. പൊതുവേ വിനീതിന്റെ സിനിമകളിലെ മ്യൂസിക്കാണ് ഏറ്റവും ബെസ്റ്റ് പാർട്ടായിട്ട് വരാറുള്ളത്. പുള്ളിയുടെ എല്ലാ സിനിമകളിലും വളരെ ഭംഗിയായിട്ട് വിനീത് അത് യൂസ് ചെയ്തിട്ടുണ്ട്. ഈവൻ തീരെ പുള്ളിയുടെ ഒരു ട്രാക്കിൽ നിന്ന് മാറിയുള്ള സിനിമയാണെങ്കിലും അതിലെ മ്യൂസിക് എടുത്തു പറയേണ്ടതായിരുന്നു. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ മ്യൂസിക് വളരെ വളരെ മോശമായെന്ന് പറയാം. കാരണം ഒറ്റയ്ക്ക് കേൾക്കുന്ന സമയത്ത് പാട്ടുകൾ കൊള്ളാം അല്ലെങ്കിൽ സ്കോർ കൊള്ളാം എന്നൊക്കെ തോന്നിയാലും ഒരു ത്രില്ലർ സിനിമയ്ക്കകത്ത് മ്യൂസിക് സെറ്റ് ചെയ്യുമ്പോൾ അത് ഒരു റൊമാൻറ്റിക് ട്രാക്കിലുള്ളതുപോലെ അങ്ങനെ ഒരു നമുക്ക് ഒട്ടും ഓക്കെ അല്ലാത്തൊരു തരത്തിലുള്ള മ്യൂസിക്കാണ്. സിനിമയെ പിറകോട്ട് വലിക്കുന്നതിൽ ഒരു ഘടകം മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആണ്. സിനിമയുടെ പോസിറ്റീവ് ഘടകങ്ങളിൽ ആകെ എടുത്തു പറയാൻ പേഴ്സണലി തോന്നിയിട്ടുള്ളത് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് കൊള്ളാം, നന്നായിരുന്നു. എസ്പെഷ്യലി ജോമോൻ ടി ജോണിന്റെ ക്യാമറ പരിപാടികളൊക്കെ. പിന്നെ വിദേശ ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഭംഗിയും സിനിമയ്ക്കുണ്ട്, അത് പറയാനുണ്ട്. അതുപോലെ തന്നെ സ്ക്രീനിലാണെങ്കിൽ രണ്ടാളുകളാണ് ഏറ്റവും കയ്യടി നേടുന്നത് അല്ലെങ്കിൽ നന്നായെന്നെങ്കിലും പറയാൻ പറ്റുന്നത്. അത് ഷാജോണും ബാബുരാജുമാണ്. അവർ സെക്കൻഡ് ഹാഫിലാണ് മെയിൻലി കാര്യങ്ങളിലേക്കൊക്കെ വരുന്നത്. ആ ഒരു ഏരിയ സിനിമയുടെ നല്ല പോർഷനുമായിരുന്നു. പക്ഷെ പിന്നെ ക്ലൈമാക്സ് ഒക്കെ അടുപ്പിച്ച് സിനിമ ആകെ കയ്യിൽ നിന്ന് പോവാണ് ചെയ്യുന്നത്. സിനിമയിൽ ഒരുപാട് ഒരു ത്രില്ലർ സിനിമയാണെങ്കിൽ സിനിമയിൽ ഒരുപാട് എന്താ പറയുക നമുക്ക് കോമഡി ആയിട്ട് തോന്നുന്ന പരിപാടികളൊക്കെ ഉണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിൽ മനോജ് കെ ജയൻ ആണ് നായകൻ അച്ഛനായിട്ട് വരുന്നത്. നായകനും അച്ഛനുമായിട്ട് നല്ല ടേംസിലല്ല, ചെറുപ്പം മുതലേ തെറ്റിലാണ്. അങ്ങനെ ഒരു പോയിന്റിൽ വെച്ച് ഈ നായകൻ അച്ഛൻ്റെ ഒരു സഹായം ചോദിക്കുന്നുണ്ട്. അങ്ങനെ നായകനെ അച്ഛനെ വിളിക്കുകയാണ്. അച്ഛൻ മനോജ് കെ ജയനാണ്. അദ്ദേഹം ഈ കോള് വരുന്ന സമയത്ത് ഇവിടെ എണീറ്റ്, വേറെ ഏതോ രാജ്യത്ത് നിന്ന് വരുന്ന കോളാണ്, അദ്ദേഹം ഇവിടെ എണീറ്റ് നിന്ന് നിൽക്കുന്നു, മുണ്ട് മടക്കി കുത്തുന്നു, അങ്ങനെ പരിപാടിയൊക്കെ. ഇത്രയും ഒരു ഒട്ടും കൺവിൻസിങ് അല്ലാത്ത രീതിയിൽ വിനീതിന് എങ്ങനെയാണ് അത് സിനിമ ചെയ്യാൻ പറ്റിയെന്ന് മനസ്സിലായില്ല. എന്തായാലും ഇത്തരം ഒരു വീക്കായ സ്ക്രിപ്റ്റിൽ വിനീതിന്റെ ഒരു സിനിമ വരുമെന്ന് കരുതിയില്ല. വിനീതിൻ്റെതായ ഒരു സിഗ്നേച്ചറും അവശേഷിപ്പിക്കാതെ കടന്നു പോകുന്ന ഒരു സിനിമയാണ് കരം. മെരിലാൻഡ് സിനിമാസ് അറിയാം, വളരെ വലിയ സിനിമകൾ ചെയ്ത് മലയാളത്തിലൊരു ബ്രാൻഡ് പ്രൊഡക്ഷൻ ഹൗസ് ആണ്. അവർ റീസെൻ്റായി ചെയ്ത സിനിമകളും ക്വാളിറ്റി ഉള്ളതായിരുന്നു. പക്ഷേ ഇവിടേക്ക് വരുമ്പം കരം വലിയ രീതിയിൽ ഒരു പരാജയ സിനിമ തന്നെയാണ് പേഴ്സണലി. കാരണം എനിക്ക് ഒട്ടും വർക്കായില്ല സിനിമ. കാരണം നമ്മൾ ഇത്തരത്തിലുള്ള ത്രില്ലർ സിനിമകളൊക്കെ ഒരുപാട് കാണുകയൊക്കെ ചെയ്യുന്നതാണല്ലോ. ലോകത്തിൻ്റെ പല ഭാഷകളിലുള്ളത് നമ്മളിപ്പോൾ OTT പ്ലാറ്റ്ഫോംസിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു തരത്തിലും ഓക്കെ അല്ലാത്ത ഒരു പടമായിട്ടാണ് കരം അനുഭവപ്പെട്ടത്. സെക്കൻഡ് ഹാഫിലെ കുറച്ച് മൊമെന്റുകൾ, എസ്പെഷ്യലി ഈ പറഞ്ഞ ബാബുരാജ് സീനുകളൊക്കെയാണ് സിനിമയുടെ എന്തെങ്കിലുമൊക്കെ വേർത്തായിട്ട് തോന്നിയത്. എന്തായാലും വിനീതിൻ്റെ കയ്യിൽ നിന്ന് വരാത്ത തരത്തിലുള്ള വീഴ്ച, പ്രത്യേകിച്ച് കാസ്റ്റിങ്ങിനകത്ത്, സ്ക്രിപ്റ്റിങ്ങിനകത്ത്, അതുപോലെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ്, ഇതിലെല്ലാം ഒന്നാകെയുള്ള വീഴ്ച വിനീതിൽ നിന്ന് ഒട്ടും പ്രഡിക്റ്റ് ചെയ്തിട്ടില്ല. എനിവേ വിനീത് അടുത്ത നല്ലൊരു സിനിമയിലൂടെ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കരം പേഴ്സണലി എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് ആയിട്ടാണ് അനുഭവപ്പെട്ടത്.